കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ പരീക്ഷണ പറക്കലിന് ഇന്ന് തുടക്കം. തീരദേശ വിനോദസഞ്ചാര മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ലക്ഷ്യമിട്ടാണ് പദ്ധതി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നാണ് ലക്ഷദ്വീപിലേക്കുള്ള പരീക്ഷണ പറക്കൽ. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആജ്ഞ, വിപ്ലവകരമായ ഒരു മാറ്റത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? അനുശ്രീ, കൊച്ചി ലക്ഷദ്വീപ് വിനോദയാത്രയുമായി ബന്ധപ്പെട്ടാണ് സീപ്ലെയിൻ്റെ തുടക്കം കുറിക്കുന്നത്. എങ്ങനെയാണ് ഇന്നലെ വിമാനം കൊച്ചിയിൽ എത്തിച്ചിട്ടുണ്ട്. 20 സീറ്റുകളുള്ള ടർബോ വിമാനമാണ് കൊച്ചിയിൽ എത്തിച്ചിട്ടുള്ളത്. ഇത് 12 തവണയായിട്ടാണ്, അതായത് ഇന്നും നാളെയുമായിട്ട് 12 തവണയായിട്ടാണ് പരീക്ഷണ പറക്കൽ. കൊച്ചിയിൽ നിന്നും ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിലേക്കുള്ള വിനോദസഞ്ചാരം കൂടുതൽ സുഗമമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് സീപ്ലെയിൻ പദ്ധതി ലക്ഷ്യമിടുന്നത്. തന്നെ കൊച്ചിക്കും ലക്ഷദ്വീപിനും ഇടയിൽ മറ്റ് യാത്രാ സൗകര്യങ്ങളും കുറച്ചുകൂടി സുഗമമാക്കുക എന്നുള്ള ലക്ഷ്യവും ഇതിലൂടെയുണ്ട്. വിനോദസഞ്ചാര മേഖലയാണ് ലക്ഷ്യമിടുന്നത് എങ്കിൽ പോലും കൂടുതൽ സുഗമമായുള്ള യാത്രാ സൗകര്യം ഒരുക്കുക തുടങ്ങിയ ലക്ഷ്യമിട്ടാണ് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷനും എയർപോർട്ട് അതോറിറ്റിയും ചേർന്നിട്ടാണ് ഈ പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നത്. അതുപോലെ സ്കൈ ഹോപ്പ് ഏവിയേഷൻ സർവീസിന്റെ ഉടമസ്ഥതയുള്ള വിമാനത്തിന്റെ പരീക്ഷണ പറക്കലാണ് ഇന്ന് ആരംഭിക്കുന്നത്. 20 പേർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള വിമാനമാണ് ഇപ്പോൾ പരീക്ഷണ പറക്കലിലേക്ക് സജ്ജമാക്കിയിട്ടുള്ളത്. എന്തായാലും ഇന്ന് തന്നെ ഇതിന്റെ പരീക്ഷണ പറക്കൽ ആരംഭിക്കും. 12 തവണയാണ് ഇത് പരീക്ഷണ പറക്കൽ ട്രയൽ റൺ നോക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതോട് കൂടിയിട്ട് ലക്ഷദ്വീപും കൊച്ചിയും തമ്മിലുള്ള യാത്രാ സൗകര്യം കൂടുതൽ മെച്ചപ്പെടുത്തുക, അതുപോലെ വിനോദസഞ്ചാര മേഖലയിലേക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുക തുടങ്ങിയവയാണ് ലക്ഷ്യമിടുന്നത്. അനുശ്രീ. ശരി, ആജ്ഞ രവീന്ദ്രനാണ് കൂടുതൽ വിവരങ്ങൾ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.